വെൽക്കം ബാക്ക് ഗൈസ്. ഞങ്ങൾ ഡെസേർട്ട് സഫാരി റൈഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഡ്യൂൺ ബാഷിങ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ കുഞ്ഞു പെണ്ണ് കരയുന്ന കേട്ടോ. ഇത് കയറിയിട്ട് പേടിച്ചിട്ട് കരയുന്നതാണ്. റോളർ കോസ്റ്റർ പോലെ മോളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി താഴ്ന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കൂ. അങ്ങനെ നിങ്ങൾ എവിടെ എത്തിയെന്ന് അറിയോ? നിങ്ങൾ ഡെസേർട്ട് ക്യാമ്പിലെത്തി. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഫയർ ഡാൻസ്, ബെല്ലി ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരും. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. പരിപാടി ചെയ്തല്ലോ, റിവ്യൂ ചോദിക്കും. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? എങ്ങനെയുണ്ടായിരുന്നു ഐഷു? റൈഡ് എങ്ങനെയുണ്ടായിരുന്നു? അത് പറ. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? ആഫിയ പറ. ഐഷക്ക് തോന്നി. നിനക്ക് തോന്നി എന്തായാലും? റോളർ കോസ്റ്റർ വന്നല്ലോ അല്ലേ? ധാരൊക്കെ എന്താണ് തോന്നിയത്? നല്ല രസമായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ ക്യാമ്പിലെത്തിയതിന് ശേഷം ഡ്യൂൺ ബാഷിങ് ചെയ്തിട്ട് നമ്മളൊരു ഡെസേർട്ട് ക്യാമ്പിലെത്തും. ആ ക്യാമ്പിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ സൺസെറ്റ് കാണാം. അപ്പോൾ ആ ഈവനിങ് ഒരു നമ്മളെങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്നുള്ളത്, സന്ധ്യാസമയം വരെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഏത് സീറ്റിംഗ് വേണമെന്ന് തീരുമാനിക്കുന്നതാണ് കേട്ടോ ഇനി നടക്കാൻ പോകുന്നത്. ഞങ്ങൾ VIP സീറ്റിംഗാണ് എടുത്തത്. VIP സീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ VIP ആയിട്ടൊന്നും അല്ല, അവിടെ കുറച്ചുകൂടെ പിന്നെ പ്രൈവസി ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എടുത്തത്. എന്താണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു സോഫ പോലത്തെ സീറ്റിംഗ് കണ്ട അവിടെ സൈഡിൽ കാണുന്നില്ലേ, അതാണ് VIP സീറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സോഫ, അതിൻ്റെ ചുറ്റും നടുക്കൊരു ടേബിള്, അതിന് ചുറ്റും സോഫ. ആ ഒരു ടേബിളിൽ നമ്മൾ മാത്രമേ കാണുള്ളൂ, നമ്മളൊരു ഫാമിലി മാത്രമേ കാണുള്ളൂ. അതിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. എക്സ്ട്രാ ക്യാഷ് കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ അത് ഞങ്ങളെടുത്തു. അപ്പോൾ ഞങ്ങളവിടെ എത്തിയത് ഒരു ഈവനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ അവറൊക്കെ ആയിരുന്നു. നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു. വെയിൽ ഉണ്ട്, എന്നാലും നല്ലൊരു ഗ്ലോ തരുന്നൊരു വെയിലായിരുന്നു. അപ്പോൾ അതിൽ ഫോട്ടോസൊക്കെ നല്ല കിടിലായിട്ട് വന്നു. അതേപോലെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ സീറ്റിൻ്റെ അടുത്ത് പോയിരുന്നു. അവിടെ തന്നെ ഡ്രിങ്ക്സ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്തിട്ട് കുടിക്കാം. പിന്നെ ഇവിടെയാണ് നമുക്ക് ഫുഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സെക്ഷനിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ. നോർമൽ ഓർഡിനറി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സീറ്റിംഗ് വരുന്നത്. ഈ സീറ്റിങ്ങിലെന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ തന്നെ നമ്മൾ ഫാമിലിയിലുള്ളവർ മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാരും വരും. എന്ന് വെച്ചാൽ ഒരു പ്രൈവസി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റേ സീറ്റിംഗ് എടുത്തത്. അത് മാത്രമല്ല കുറച്ചുകൂടെ നല്ല സോഫയൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ ആണെങ്കിൽ താഴെ ഇങ്ങനെ ലോൺ പോലത്തതാണ്. അതിൽ ചാരിയിരിക്കാൻ പില്ലോസൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ തന്നെ കുറച്ച് സ്റ്റാളുകളുണ്ട്, ഓരോ സാധനങ്ങൾ വിൽക്കുന്നത് മറ്റേ എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നിൻ്റെ അടുത്ത് പോകാൻ പറ്റൂലെന്നുള്ള ആ ടൈപ്പിലാണ് അതിൻ്റെ വില. സ്റ്റാൻഡൊക്കെ ചെയ്തിട്ട് അവിടെ സ്റ്റോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ബ്രേസ്ലെറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് ഐറ്റം പോലത്തെ സാധനങ്ങൾ, പിന്നെ സ്നാക്സിൻ്റെ ആയിട്ടുള്ള സ്റ്റോള്, പിന്നെ ഈ തലയിൽ കെട്ടത്തില്ലേ അറബികൾ കെട്ടുന്ന ആ സാധനം കെട്ടുന്നതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. അതിൽ എൻ്റെ ഐഷക്കുട്ടൻ്റെ ഫസ്റ്റ് കെട്ടി. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ? ഒരു തുണിയാണ്, ഇങ്ങനെ ചെക്ക് പോലത്തെ ഡിസൈനുള്ളത്, ബ്ലാക്കും വൈറ്റും ഉള്ളതുണ്ട്, ബ്ലാക്ക് റെഡും ഉള്ളതുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ. എൻ്റെ പേര് ഷെമ എന്നാണ്. അപ്പോൾ ആ ഷെമ ആദ്യം ഐഷുവിനെ കെട്ടിയതിന് ശേഷം പിന്നെ എൻ്റെ കെട്ടിയവനും കെട്ടണമെന്ന് പറഞ്ഞ് കെട്ടി. പിന്നെ ആഫിയൊക്കെ കെട്ടി. അങ്ങനെ എല്ലാവരും കെട്ടി. എനിക്ക് കെട്ടണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, കാരണം എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ സാൻഡിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. നല്ലവണ്ണം കാല് പൊഴുന്ന് പോകും. നമ്മൾ ബീച്ചിലൊക്കെ നടക്കുന്നത് പോലെയാണ്. ബീച്ചിൽ നടക്കുന്ന പിന്നെയും ഓക്കെയാണെന്ന് പറയും. ഇത് നല്ല ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ. അപ്പോൾ ഞാൻ ഷൂസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. ചപ്പൽസ്, ഹീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ. ഹീൽസ് ആരും ഇട്ടില്ലേ, ഹീൽസിലായില്ലേ മണ്ണിൻ്റെ അകത്ത് ആ ഹീൽസ് അവ സ്റ്റക്കായി പോകും. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ക്യാമൽ റൈഡ് ഉണ്ട്, അപ്പോൾ അതിന് ചെന്ന് നിൽക്കണം. പിന്നെ എന്താണ് അവിടെ മറ്റേ ബഗ്ഗി ബൈക്കൊക്കെ ഇല്ലേ, അതിലൊക്കെ നമുക്ക് കയറാൻ കേട്ടോ. പക്ഷേ അതൊക്കെ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. ക്യാമൽ റൈഡൊക്കെ നമ്മൾ പാക്കേജിൽ തന്നെ വരുന്നതാണ്. പിന്നെ ഒരു പോലീസിന് വേണ്ടി പോയിരുന്നു. പിന്നെ എൻ്റെ മക്കൾ മണ്ണിലൊക്കെ നന്നായിട്ട് കളിച്ചു. കളിച്ചുകൂട്ടം മണ്ണിൽ കളിച്ച് മറിച്ചിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടെന്ന് പറഞ്ഞാൽ ക്വാഡ് ബൈക്കും ഡ്യൂൺ ബഗ്ഗികളുണ്ട്. ക്വാഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ 2 വീലറാണ്. ക്ഷമയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടി നടക്കുന്നുണ്ടോ?
എന്നിട്ട് വീഡിയോ എടുക്കാനും പറഞ്ഞ് 2 ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഡ്യൂൺ ബഗ്ഗി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു 4 വീലറാണ്. അത് ഈ ഡ്യൂൺസിൻ്റെ ഇടയിൽ കൂടെ, ഈ മൺകൂനുകളുടെ ഇടയിൽ കൂടെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു പ്രൊഫഷണൽ ഡ്രൈവർ വേണം, നമുക്ക് പുറകെ ഇരിക്കാം. പക്ഷേ ഞാൻ കയറിയില്ല. ഞാൻ കയറാത്തതിൻ്റെ കാരണം ഞാൻ പിന്നെ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ ഹോഴ്സ് റൈഡ് ഇത് എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നതാണ്. അത് ഐഷുമൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ട് ഐഷുവിനെ കയറ്റി അതിൽ കയറ്റി നമ്മൾ സാധാരണ ട്രിവാൻഡ്രത്തും കോളത്ത് ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാം നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് ഒരു പ്രശ്നം തോന്നില്ല. അവരെപ്പോഴും കയറാറുള്ളതാണ്. അപ്പോൾ കയറി ഇരുന്ന് ഒരു റൗണ്ട് അടിച്ച് വന്ന് ഡെസേർട്ടിൽ കൂടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആ കുതിരപ്പുറത്ത് ഡെസേർട്ടിൻ്റെ പുറത്തൂടെ നടന്നു. പിന്നെ ക്യാമൽസ് ഉണ്ടോ, ക്യാമൽസ് വന്നിട്ട് ഇറങ്ങുന്ന ഒരു സീൻ കണ്ടോ, ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ പിന്നെ ഐഷ ഹോഴ്സിൻ്റെ പുറത്ത് കയറിയുണ്ട്. പിന്നെ ക്യാമലിൻ്റെ പുറത്ത് കയറാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഐഷ അതിൽ കയറിയില്ല. അങ്ങനെ ആഫിയ കയറി കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ ക്യാമലിലേക്ക് വാടച്ച് വെച്ചിരിക്കുന്നത്? അതൊരു പ്രത്യേക തരത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കേട്ടപ്പോൾ ശരിക്കും സങ്കടം വന്നേ. അതിന് ഒരുപാട് പ്രാവശ്യം കുനിയും നൂലുകയും ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സെറ്റ് ആൾക്കാർ കയറുമ്പോഴത്തേക്കും കുറച്ച് ദൂരെ നടക്കുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഉടനെ ഇങ്ങനെ കുനിയും നൂലുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾക്കാർ എൻ്റെ കെട്ടിയവനും മോളും കയറാൻ പോവുകയാണ് കേട്ടോ. ക്യാമലിൻ്റെ പുറത്ത് കിടന്ന് നോക്കി അതിതാ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. ആ സമയത്ത് ചാടിക്കയറണം. എന്നിട്ട് പിന്നെ അത് വന്നതിന് ശേഷം ഇരിക്കും കേട്ടോ. അത് കാണാൻ രസമാണ്. പക്ഷെ അതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒട്ടകത്തിന് നല്ല ബുദ്ധിമുട്ടാണ്, അതെനിക്ക് മനസ്സിലായി. പിന്നെ അതേപോലെ ഇതൊരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ. ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിപ്പോൾ ഒരു മൃഗത്തിനാണെങ്കിൽ പോലും ആ ഒരു ഒട്ടകം അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ആലോചിച്ച് വേണ്ട, എനിക്ക് വേണ്ടത് കുനിയൊന്നും ചെയ്യേണ്ട. അപ്പോൾ അത്രയെങ്കിലും അതിന് ബുദ്ധിമുട്ട് കുറയുമല്ലോ. മനുഷ്യരുടെ കേസിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടൂല. അതൊരു പ്രശ്നമാണ്. എന്നുവെച്ചാൽ എല്ലാ മനുഷ്യരും ഒരു പാലല്ലല്ലോ. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഓവറായിട്ടുണ്ടായിട്ടും അല്ലാതെ നമുക്ക് വേണ്ടാത്ത സാധനമാണ് എന്നൊക്കെ ആയിരിക്കും നമ്മളിത് വാങ്ങുന്നൊരു പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. അവർ മുരളുന്ന പോലത്തെ ശബ്ദം, അത് ഫുൾ ടൈം ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് സങ്കടം തോന്നി. കണ്ടോ, ക്യാമലിൻ്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്തത്. അതേപോലെ ഓരോ പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെ ഇവർ വന്ന് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു നമ്മളെ ക്യാമ്പിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട്. പിന്നെ ഇതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. മറ്റേ ഈഗിളിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുപ്പ്, അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ. പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല, ജസ്റ്റ് കണ്ടു. പിന്നെ ഇതിൽ നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ നടന്ന് വന്നു. പിന്നെ സൺസെറ്റിൻ്റെ സമയമായപ്പോഴത്തേക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി കുറേ ദൂരം നടന്നു. പിന്നെ തൊട്ട് ആഫിയൊക്കെ ഇത് കെട്ടണമെന്ന് പറഞ്ഞാൽ അത് കെട്ടുവാണ്. അതിൻ്റെ പേര് ക്ഷമ കെട്ടിയതിന് ശേഷമുള്ള എക്സ്പ്രഷൻ കണ്ടോ. പിന്നെ നമ്മൾ VIP സിറ്റിങ്ങിൽ 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജ്യൂസസ് ഉണ്ട്. അവിടെ ജ്യൂസ് ഇരിക്കുന്നുണ്ടാവും. ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ടാങ്ക് ഡൈല്യൂട്ട് ചെയ്ത് ഇത്രയും ഡൈല്യൂട്ട് ചെയ്ത് കളിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് കുടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ടാങ്ക്, ജ്യൂസ്, പിന്നെ ടീ, കോഫി, പെപ്സി ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ടാങ്ക് കാണും പോളി ഐറ്റം. എൻ്റെ ഐശുക്കുട്ടൻ്റെ കുറച്ച് ഡാൻസ് ഉണ്ടോ, ബെല്ലി ഡാൻസൊക്കെ കാണുന്നതിന് മുന്നേയുള്ള കുറച്ച് ഡാൻസാണ്. പിന്നെ കുറച്ച് നേരം നമ്മളെ VIP സീറ്റിങ്ങിൽ നമ്മളിങ്ങനെ ഇരുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ജ്യൂസ് എടുക്കും, കുടിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്ന് ബിസ്ക്കറ്റ്, കുക്കീസ് അതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തു. ഇത് തന്നെ മെയിനായിട്ട് ചെയ്തത് ആ സമയത്തൊക്കെ. പക്ഷേ നല്ല ഒരു ലൈറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഗോൾഡൻ അവർ ആയതുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല രസമായിട്ട് കിട്ടി. എനിക്കത് എന്തായാലും ഇഷ്ടമായി. പിന്നെ നമ്മൾ സൺസെറ്റിനെ ചേസ് ചെയ്തു. സൺസെറ്റ് നേരെ കാണാൻ പറ്റുന്നത് നല്ല രസമുള്ള സൺസെറ്റായിരുന്നു. പക്ഷേ അത് അവിടെ മൊത്തം ഇങ്ങനെ അടച്ചു വെച്ചേക്കായിരുന്നു. മറ്റേ ഓലയുടെ മതിൽ കൊണ്ടിട്ട് ആ സൺസെറ്റ് കാണുന്ന സ്ഥലം മൊത്തം അടച്ചു വെച്ചേക്കായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ ഇടയിലുള്ള ഓട്ടി കൂടെ നോക്കി സൺസെറ്റിനെ കണ്ടുപിടിച്ചു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചേ.
ഇങ്ങനെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്ത് പിടിച്ച് നടക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെ സൺസെറ്റ് കണ്ടാലും എനിക്കതൊരു ഇമോഷനാണ്. പിന്നെ നമ്മുടെ സീറ്റിംഗ് സ്ഥലത്ത് ഒരു കിണറുണ്ടോ, അവർ കിണറിനെ മൂടി അതിൻ്റെ പുറത്ത് മാർബിളിൻ്റെ ഒരു ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഫുഡ് വിളമ്പാൻ വെച്ചേക്കുവാണ്. ഇവിടെ എല്ലാം ഫുഡ് വിളമ്പി വയ്ക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനത്തെ ഷേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഷേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഫുഡ് ഫാമായിട്ട് വയ്ക്കാനുള്ള ആ പാത്രമില്ലേ, വലിയ പാത്രം, അതിൻ്റെ അകത്ത് ഒരു ഫുഡിൽ ഞങ്ങൾ ആ നോക്കിയ സമയത്ത് ഫുഡൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ നിറച്ചതാണ്. പക്ഷേ കബാബൊക്കെ അവിടെ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയത് അത് ഞങ്ങൾ കാണാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് നോക്കി. സ്നാക്സിനും എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതായത് ക്യൂട്ട് ക്യാമലിന് കണ്ടിട്ടുണ്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ. പക്ഷേ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല, എല്ലാത്തിനും മുടിഞ്ഞ റേറ്റ് ആയിരുന്നു. പിന്നെ ഇവിടത്തെയും മറ്റേ നോർമൽ സീറ്റിങ്ങിലെയും ഡിന്നർ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബഫേ ആയിരുന്നു. എല്ലാ ഐറ്റംസും കബാബും ചിക്കൻ കബാബ്, നൂഡിൽസ്, സാലഡ്, ഇഷ്ടംപോലെ ടൈപ്പിലെ സാലഡ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അത് കുറച്ചുകൂടെ നോർമൽ രീതിയിലായിരുന്നു. കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. കണ്ടോ, സൺസെറ്റിന് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുണ്ടോ, ആ മതിൽ കാരണമാണ് കാണാൻ പറ്റാത്തത്. അവിടെ ഇരുന്നായിരുന്നു നല്ല വ്യൂ ഉണ്ടായിരുന്നു സൺസെറ്റിൻ്റെ. പക്ഷേ അത് ഫുൾ അടച്ചു വെച്ചേക്കുന്നതുകൊണ്ട് എവിടെ കൂടെ നോക്കിയിട്ട് കാണാൻ പറ്റില്ല. ഫുൾ നടന്ന് നോക്കിയതിന് ശേഷം ഇടയിൽ ചെറിയ ഹോളുകൾ കാണുന്നതിൽ കൂടെ നോക്കിയത്. നമ്മുടെ ഷൂസിൻ്റെ ഫുട് പ്രിൻറ്റ്സ് വരുന്നില്ല, അവർ ഷൂസ് മാത്രമേ ഫുട് പ്രിൻറ്റ്സ് വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ സൺസെറ്റിൻ്റെ സണ്ണിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നൊരു വിഷ്വൽ ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ പിന്നെ അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ. കറങ്ങിയും തിരിഞ്ഞും അവിടെ മൊത്തം നടന്ന് ഇവിടെ ഇടയിൽ കാണുന്ന സ്ഥലത്തെല്ലാം കണ്ട് ആ സണ്ണ് അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഫുള്ളായിട്ട് അത് കാണാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടു, ഞാൻ എൻ്റെ ക്യാമറയിൽ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. കണ്ടോ, സണ്ണ് കണ്ടോ, എന്ത് രസമായിരുന്നു അറിയോ. നല്ലൊരു സൺസെറ്റായിരുന്നു. ഡെസേർട്ടിലെ സൺസെറ്റ് വൈബ് സാധനം തന്നെയാണ്. ഈ സൺസെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷൻ മാത്രമല്ല, എന്തോ ഇനി ഒരു നല്ലത് വരാൻ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടും കൂടെ വരുന്നൊരു സാധനമാണ്. പിന്നെ ഈ ഗോൾഡൻ അവറിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല അടിപൊളിയായിട്ട് വരും. അടിപൊളിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ വരുള്ളൂ. എന്നാലും നേരത്തെ ഉള്ള നോർമൽ ലൈറ്റിനെക്കാട്ടി കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ കാണാൻ അത്ര വലിയ പ്രിയതൊന്നുമല്ല. നമ്മൾ വെറും സാധാരണക്കാരായ മനുഷ്യർ. പക്ഷേ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അത്ര ബോറൊന്നും അല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ കളിയാക്കുന്നുണ്ട് കേട്ടോ. ബോഡി ഷേമിങ്ങും കളിയാക്കലും ഒക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിൽ കോൺഫിഡൻ്റ് ആണ്. എൻ്റെ 30s ഞാൻ പൊളിയാണെന്നേ മക്കളെ. കണ്ടോ, ഞാൻ ഈ കണ്ട വിഷ്വൽ എടുക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെ ഹോളുകൾ തപ്പി നടന്നെന്നറിയോ. ആ ഓലയുടെ ഇടയിൽ കൂടെ അവർ അടുക്കി പെറുക്കി ഓലകൾ മടഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഹോളുണ്ടാക്കി, ഹോളിനെ വലുതാക്കി അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ സൺസെറ്റ് നല്ലോണം കാണണം. അങ്ങനെയൊന്നും കാണാൻ പറ്റുന്ന സൺസെറ്റ് അല്ല. ഡെസേർട്ട് ക്യാമ്പിൽ പോയാലും ഇത് കാണാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കി എടുത്തതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ എന്നെപ്പോലെ ഭ്രാന്തുള്ളതൊന്നും കാണില്ലായിരിക്കും. അതുമല്ല ഈ വീഡിയോ ലാസ്റ്റ് വരെ കാര്യം കാണാനാണ്. പക്ഷേ എനിക്കിതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ സണ്ണ് തന്ന് ഡെസേർട്ടിൻ്റെ അകത്തേക്ക് പോകുന്നത്. നമ്മൾ ഇതേപോലെ മൗണ്ടനിലും പിന്നെ മലകൾക്കിടയിൽ പോകുന്നത്, പിന്നെ കടലിൻ്റെ അകത്ത് പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഡെസേർട്ടിൽ പോകുന്നത് ആദ്യമായിട്ടാണ് കണ്ടത്. പക്ഷേ ഇതൊരു ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. അതിൻ്റെ ഫുൾ ആ കളറും താഴ്ത്ത് പോകുന്നതും എല്ലാമായിട്ട്. ഇപ്പോൾ സന്ധ്യാസമയം കഴിഞ്ഞ കേട്ടോ. സന്ധ്യാസമയം കഴിയുമ്പോഴത്തേക്കിന് ഡാൻസ് ഉണ്ട്, ബെല്ലി ഡാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കണമെന്ന് ഞാൻ ഇഷ്ടം കളിച്ചു. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഫുഡ് റെഡിയായി. പിന്നെ നമ്മൾ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഡാൻസ് എല്ലാം വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. പക്ഷെ അത് സൂപ്പറാണ് കേട്ടോ. കുറച്ച് ഒരു വലിയൊരു സ്കേർട്ട്, അതിനെന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ പേര് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.